അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹം ഉദ്ദേശങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് സഫലമാക്കാത്ത ആഗ്രഹങ്ങളായാലും ഇനി അതെല്ലാം നിലയിൽ നമ്മൾ ഒരുപാട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയാലും ഇനി ഉമ്മമാരും ഉപ്പമാരൊക്കെ ആയാലും ആരായാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഖുർആനിക ഒറ്റമൂലിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഉപയോഗപ്പെടുത്തുക. പിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബ് വീണ്ടും എത്തിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഒരു ഖുർആനിക ഒറ്റമൂലി ഏത് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ഇതാണ്: സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. നമ്മളെ സൂറത്തുൽ യാസീനിലെ 58-ാമത്തെ വചനമാണ്. അത് നമ്മൾ ചൊല്ലേണ്ടത് 129 തവണയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലാൻ പറ്റില്ല. നമ്മൾ രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട്, സുബ്ഹി നിസ്കാരത്തിന് നല്ല ഏത് നിസ്കാരത്തിന് ശേഷമായാലും കുഴപ്പമില്ല കേട്ടോ, ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ട് ഏകാന്ത മനസ്സോടെ നല്ല ദൃഢനിശ്ചയത്തോടെ വിശ്വാസത്തോടെ നിയത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലുക. പിന്നെ ചൊല്ലുന്നതിനിടയിൽ ആരോടും സംസാരിക്കാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെല്ലണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉടനടി സഫലീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേർക്ക് അത്ഭുത മഹത്വങ്ങളുള്ള അല്ലെങ്കിൽ അത്ഭുതമായിട്ടുള്ള ഒരു ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ഖുർആനിക വചനമാണ് ഇത്, ഒരു അമലാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്തായാലും അല്ലാഹു തആല ഫലം തരുന്നതാണ് ഉറപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.